മനുഷ്യരുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ആൾക്കാരുണ്ടാകും. ഒന്ന് പുറംമോടിയുള്ളവർ, അകം കറുത്തവർ. രണ്ട് പുറംമോടിയുമില്ല അകംമോടിയുമില്ല, എന്നാൽ ഈമാനിന്റെ ചിട്ടയോടുകൂടി പടച്ചോനെ ഭയപ്പെട്ട് ജീവിക്കുന്നവര്. ഞാനുങ്ങളും ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളത് ഞാനുങ്ങളും ചിന്തിക്കേണ്ടതാണ്. ഈ ദുനിയാവിൽ 4 ആളുടെ പത്രാസും സർട്ടിഫിക്കറ്റും കിട്ടാനാണെങ്കിൽ നമ്മൾ അത്യാവശ്യം അഭിനയിച്ചാൽ മതി. ഞാനിപ്പോ പറയാറില്ലേ, നിങ്ങളെ മുൻപിൽ ഒരുപക്ഷെ പ്രസംഗിക്കുന്ന അൻസാർ നന്മണ്ട നല്ല പ്രാസംഗികനാണ് നിങ്ങൾക്ക് പറയാം. പക്ഷെ ഞാനൊരു നല്ല വ്യക്തിയാണ് ഐഡന്റിറ്റി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റൂല. അതിന്റെ പെണ്ണുങ്ങൾക്കും എന്റെ ഉമ്മാക്കും ഉപ്പാക്കേ പറ്റൂ. ഈ ഇരിക്കുന്ന ഓരോരുത്തരും നല്ല ഇസ്ലാഹി പ്രവർത്തകരാന്ന് പറയാ. നല്ല മനുഷ്യരാണോ എന്ന് പടച്ച റബ്ബിനും കുടുംബത്തിനും അല്ലാണ്ട് അറിയൂല. അതുകൊണ്ടാ റബ്ബ് ഓർമ്മപ്പെടുത്തിയതും അള്ളാഹു ഓരോരുത്തരുടെ റൂഹിനെ പിടിക്കുന്നതും അവരുടെ ഉള്ളു കണ്ടിട്ടായിരിക്കും. ആ ഉള്ളു സ്വഭാവത്തിനനുസരിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും. ഒന്നാമത്തെ വ്യക്തി ദുനിയാവിനോട് ഒരുപാട് ആത്മാർത്ഥത, ആർത്തി കാണിച്ച് ജീവിക്കുന്ന വ്യക്തികൾ. ഈ ദുനിയാവായിരിക്കും അവർക്ക് വലുത്. ഇവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കുക, സമ്പാദിക്കുക. നിസ്കാരമുണ്ടോ? ഇല്ല. നോമ്പോൽക്കലുണ്ടോ? എപ്പോഴെങ്കിലും നോറ്റതിന്റെ കൂലി ഉണ്ടോ ജീവിതത്തിൽ? ഇല്ല. സക്കാത്ത് അളവ് നോക്കലേ ഉള്ളൂ, കൊടുത്തിട്ടില്ല. കുടുംബം എങ്ങനെയാ? മക്കളും പെണ്ണുങ്ങളും ഒക്കെ തോന്നിയ വഴിക്ക്. പുരയിൽ നിസ്കാരം നടക്കുന്നത് 7 മണിക്ക്, മക്കൾ വരുന്നത് നട്ടപ്പാതിര 12 മണിക്ക്. ഓൻ പോയി കിടക്കുന്നത് പോലും നേരം എടുക്കാൻ നേരത്ത്. പെണ്ണുങ്ങളായാലും കുടുംബായാലും മക്കളായാലും ഒരു ഫസാദിന്റെ കുടുംബം. ഒരു ഖുർആൻ ഓത്തുണ്ടാവൂല, അള്ളാഹുവിന്റെ കലാമൊന്നും പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടാവൂല. ഇങ്ങനെ എന്നാ ദുനിയാവിന്റെ ഇടയിൽ സൽപ്പേരുണ്ടാകും. നാട്ടുകാർക്കിടയിലും കുടുംബക്കാർക്കിടയിലും ജീവിതം കൊണ്ട് അവൻ അഭിനയിച്ചുണ്ടാക്കിയ സൽപ്പേര് അവനങ്ങനെ താങ്ങി നിർത്തുന്നുണ്ടാകും. ഓന്റെ അടുത്തുനിന്ന് വായ്പ കിട്ടുന്നതുകൊണ്ടും ഓനെ കൊണ്ട് ഗുണമുള്ളതുകൊണ്ടും നാട്ടുകാർ പറയൂലെങ്കിൽ മോശം. അങ്ങനെ ആൾക്കിടയിൽ വേഷം കെട്ടി നടക്കുന്ന ചില ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ മരണം തൊണ്ടക്കുയിലെത്തുമ്പോൾ നസലമിന സമാഇ, ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. കറുത്ത മുഖമുള്ള അള്ളാഹുവിന്റെ നിശ്ചയം അഥവാ തീരുമാനം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ. ആ മലക്കുകൾ അള്ളാഹ് തീരുമാനിച്ച നിശ്ചയിച്ചവന്റെ കണ്ണെത്തുന്ന ഭാഗത്ത് ചെന്നിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്. ആ രംഗം പോലും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത് വൽമലായികത്തു ബാസിതു ഐദീഹിം അഖ്രിജു അൻഫുസഹും ഖാലൂ ഫീമാ കുൻതും കുന്നാ മുസ്തദഫീന ഫിൽ അർളി വലൗ തറാ. നബിയെ, നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ. ഓരോ രംഗവും അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹു നിശ്ചയിച്ച മലക്കുൽ മൗത്ത് അവനിലേക്ക് നിശ്ചയിക്കപ്പെടുകയും ആ മലക്കുൽ മൗത്തിനെ ആത്മാവ് കാണുകയും ആ മലക്കുൽ മൗത്തിന്റെ ഭയാനകമായ രൂപം കണ്ട് ആ മലക്കുൽ മൗത്തിന്റെ രീതി കണ്ട് ആത്മാക്കൾ ശരീരത്തിന്റെ ഉള്ളിലേക്ക് വലിയുകയും ചെയ്യും. വരാൻ മടിക്കുന്ന ശരീരത്തിന്റെ ഉള്ളിലേക്ക് ആത്മാക്കൾ പിൻവലിയുമ്പോ ആ ശരീരത്തെ നോക്കി ഗർജിച്ചുകൊണ്ട് മലക്കുകൾ പറയും, കുന്നാ മുസ്തദഫീന അഖ്രിജു അൻഫുസകും, പുറത്തേക്ക് വാടോ എന്നവരെ വിളിച്ചോണ്ടിരിക്കും. വരാൻ മടിക്കുന്ന ശരീരത്തിൽ നിന്ന് ആ ആത്മാവിനെ അള്ളാഹുവിന്റെ മലക്കുകൾ പറച്ചെടുക്കുമ്പോ വേദനയാൽ അവന്റെ കാലുകൾ പടയും. അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ, അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങുന്ന രംഗം കണങ്കാലുകൾ കൂട്ടിപ്പണയുകയും ആരുണ്ട് റബ്ബേ എന്നവൻ വെപ്രാളത്തോടെ കരയുകയും ചെയ്യുമ്പം പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് ഒരെതിരും പ്രവർത്തിക്കാത്ത മലക്കുകൾ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ പറച്ചെടുക്കും. പറക്കമുറ്റാത്ത മക്കളുണ്ട് റബ്ബേ എന്ന് റബ്ബിനെ സ്വാധീനിക്കുകയില്ല. എന്റെ ഭാര്യ ചെറുപ്പമാണ് റബ്ബേ, അള്ളാന്റെ തീരുമാനം തടയുന്നില്ല. പണി തീരാത്ത വീടുണ്ട് റബ്ബേ, അള്ളാഹുവിന്റെ തീരുമാനം വ്യത്യസ്തമാകുന്നില്ല. റബ്ബ് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ശരീരത്തിൽ നിന്നും ആത്മാവിനെ മലക്കുകൾ പിടിച്ചെടുക്കും. ആ പിടിച്ചെടുക്കുന്ന സെക്കൻഡിൽ എന്തെന്നില്ലാത്ത ദുർഗന്ധം പരക്കാൻ തുടങ്ങും. വല്ലാത്തൊരു ദുർഗന്ധായിരിക്കും. ആ ദുർഗന്ധം പടരുന്നതോടുകൂടി മലക്കുകൾ കൊണ്ടുവന്ന കരിമ്പടത്തിലേക്ക് ആ ആത്മാവിനെ പൊതിയും. ആ കരിമ്പടവുമായി മലക്കുകൾ വെറുപ്പോടെ ആകാശത്തേക്ക് ഉയരുമ്പോ ആ ദുർഗന്ധം പരക്കുന്നത് കേൾക്കുന്ന ആസ്വദിക്കുന്ന മുഴുവൻ മലക്കുകളും ചോദിക്കും, മഹാദർഹുൽ ഖബീസ, ഏതാണ് ഈ വൃത്തികെട്ട ആത്മാവ്? ഉടനെ തന്നെ അവര് പരിചയപ്പെടുത്തി കൊടുക്കും, ഇന്നവന്റെ മകൻ ഇന്നോനാണിത്, ഇന്നവന്റെ മകൻ ഇന്നോനാണിത്. ഞാനാണെങ്കിൽ പടച്ചോന്റെ മലക്കുകൾ പറയും, അൻസാർ ബിൻ അബ്ദുറഹിമാൻ, അബ്ദുറഹിമാന്റെ മോൻ അൻസാറാണത്. ദുനിയാവിൽ അവന്റെ പേരും പെരുമയും ഭയങ്കരായിരുന്നു. പക്ഷേ ആഖിറത്തിലേക്കുള്ള മടക്കത്തിന്റെ തുടക്കം മുതൽക്ക്
എന്തെന്നില്ലാത്ത ദുർഗന്ധം പേറി പടച്ച റബ്ബിനെ കണ്ടുമുട്ടാൻ പോകുന്നവനാണ് അവൻ. കയറിപ്പോകുന്ന ഭാഗത്തുള്ള സർവ്വ മലക്കുകളും അവനെ വെറുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ ഏയാൻ ആകാശത്തിൽ നിന്നും പടച്ച റബ്ബിന്റെ കൽപ്പന വരും, കള്ളനാണവൻ, അതുകൊണ്ട് നിങ്ങൾ അവന്റെ പേര് നരകത്തിന്റെ ലിസ്റ്റിൽ എഴുതി വെക്കുകയും അവനെ നിങ്ങൾ ഖബറിലേക്ക് തന്നെ തിരിച്ചറക്കുകയും ചെയ്യുക. മലക്കുകൾ എളുപ്പം അവനെ ഖബറിലേക്ക് തിരിച്ചറക്കും. കാരണം പിന്നെ ഖബറിൽ നരകത്തിന്റെ ഒരു വാതിൽ അല്ലാഹു തആല തുറന്നു കൊടുക്കും. ആ തുറന്നു കൊടുത്ത വാതിലിന്റെ ഉള്ളിലൂടെ വിരൂപനായ, കണ്ടാൽ വെറുപ്പ് തോന്നിപ്പിക്കുന്ന ഒരു മനുഷ്യൻ കയറി വരും. ഈ കിടക്കുന്ന ആത്മാവ് ചോദിക്കും, ഞാനോ വെറുപ്പില, ഞാനോ ഇത്ര അസ്വസ്ഥതയില്ല, എന്നെ കൂടി ബുദ്ധിമുട്ടിക്കാൻ വന്ന നീ ആരാന്ന് ചോദിക്കുമ്പോ അവൻ തിരിച്ചു പറയും, അമലുക്കൽ ഖബീസ, നീ ചെയ്ത തോന്നിയാസങ്ങളാ ഞാൻ. നാട്ടുകാരും ചെയ്യാണ്ട് ഇനി കുറെ തോന്നിയാസങ്ങൾ ചെയ്തില്ലേ, ഞാനാണ്. ദുനിയാവിൽ എനക്കെന്നെ ഭയങ്കര ഇഷ്ടായിരുന്നല്ലോ, ആളറിയാതെ അത് ചെയ്യും എനക്ക് വലിയ മോഹായിരുന്നല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൂട്ടിയത്, കുടുംബത്തിൽ ഈ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്, ദുനിയാവിൽ കുറെ ഇങ്ങ് സമ്പാദിച്ചു വെച്ചില്ലേ, അതെന്താ എനിക്ക് ഉപകാരപ്പെട്ട്, അള്ളാന്റെ മണ്ണിക്ക് ഇങ്ങ് തിരിച്ചു വന്നപ്പോ എന്താ എന്റെ കൈമ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയേ. ആ സമയത്ത് ആ മനുഷ്യൻ റബ്ബിനോട് അറിയാതെ പറഞ്ഞു പോകും, റബ്ബേ, നിന്റെ ഖബറിൽ എനിക്ക് ഇത്രക്ക് ബേജാറുണ്ടെങ്കിൽ നിന്റെ പരലോകം എന്തായിരിക്കും പടച്ചോനെ, ഒരിക്കലും നീ പരലോകം അടുപ്പിക്കല്ലേ നാഥാ എന്നവരങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതാണ് മരണത്തിന്റെ ഒരു രൂപം. ഇതാർക്കാ കിട്ടാന്ന് ചോദിച്ചപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, പുറമോടി ഭയങ്കരായിരിക്കും, അകം പൊള്ളയായിരിക്കും. നമ്മളെ അകം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം.